ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സ്കോർ റെയിൽവേ മലയാളത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ RRBയുടെ NTPC ആൻഡ് ഗ്രൂപ്പ് ഡിയുടെ ലോങ് ടേം ബാച്ചസ് സ്കോർ ടീം നിങ്ങൾക്ക് വേണ്ടി ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇന്നാണ് നമ്മൾ ആ കോഴ്സ് ഓപ്പൺ ആയിരിക്കുന്നത്. അഡ്മിഷൻ ഓപ്പൺ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാം. അപ്പോൾ ഞാൻ നമ്മുടെ കോഴ്സിൻ്റെ സ്പെഷ്യാലിറ്റീസ്, അതുപോലെ തന്നെ NTPC ഗ്രൂപ്പ് ഡി തുടങ്ങിയ എക്സാംസിന് പഠിക്കാനിരിക്കുന്ന കുട്ടികൾ അവരുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എന്തായിരിക്കണം, ഈ എക്സാംസ് തമ്മിലുള്ള വ്യത്യാസം എന്താണ്, സിമിലാരിറ്റീസ് എന്താണ്, എങ്ങനെ വേണം നിങ്ങൾ പഠിക്കാനായിട്ട്. അപ്പോൾ ഈ വ്യത്യസ്തത നിങ്ങൾ ആദ്യം മനസ്സിലാക്കിയതിന് ശേഷം നമ്മുടെ ഈ കോഴ്സിനകത്ത് ഈ രണ്ട് എക്സാംസിന് വേണ്ടി എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ സെഷൻ്റെ ഹൈലൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം NTPC എന്ന് പറയുന്ന എക്സാമും ഗ്രൂപ്പ് ഡി എന്ന് പറയുന്ന എക്സാമും നമ്മളൊന്ന് താരതമ്യം ചെയ്യും. രണ്ട്, പ്രിപ്പറേഷൻ സ്ട്രാറ്റജി. ഈ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ ഇനി എങ്ങനെ വേണം പഠിക്കാനായിട്ട് ലോങ് ടേമിലേക്ക് NTPC എക്സാം, അതായത് ഇനി വരാനിരിക്കുന്ന NTPC എക്സാംസ്, അതിപ്പം ഗ്രാജുവേറ്റ് ലെവലിൻ്റെ ടയർ 2 ആയിക്കോട്ടെ, അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിൻ്റെ ടയർ 2 ആയിക്കോട്ടെ, അടുത്ത വർഷത്തെ NTPC ഗ്രാജുവേറ്റ് എക്സാം ആയിക്കോട്ടെ, ഗ്രൂപ്പ് ഡി എക്സാംസ് ആയിക്കോട്ടെ, ഈ വർഷത്തെ ഗ്രൂപ്പ് ഡി ആയിക്കോട്ടെ, അടുത്ത വർഷത്തെ ഗ്രൂപ്പ് ഡി ആയിക്കോട്ടെ, ഇതിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എന്തായിരിക്കണം നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഇനി എന്താണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളതും നമ്മൾ ഇതിനകത്ത് കാണുന്നുണ്ട്. ആൻഡ് വൈ ലോങ് ടേം, എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു ബാച്ചസ്, എന്തുകൊണ്ടാണ് ലോങ് ടൈമിലേക്കായിട്ട് നമ്മളൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നതിൻ്റെ ആവശ്യകത, അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യേകത, അല്ലെങ്കിൽ അത് എന്തുകൊണ്ട് എന്നുള്ളത് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. നമുക്ക് ഈ ഓരോരോ ഹെഡുകളായിട്ട് ആദ്യം നോക്കി പോവാം. ആദ്യം NTPC എക്സാമും ഗ്രൂപ്പ് ഡി എക്സാമും തമ്മിലുള്ള ഒരു താരതമ്യം. ഞാൻ വളരെ മിനിമലായിട്ടുള്ള ഒരു കമ്പാരിസൺ മാത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആദ്യമായിട്ട് NTPC എന്ന് പറയുന്ന പരീക്ഷയെ പറ്റിയിട്ടോ ഗ്രൂപ്പ് ഡി എന്ന് പറയുന്ന പരീക്ഷയെ പറ്റിയിട്ടോ കേൾക്കുന്ന കുട്ടികൾ, അല്ലെങ്കിൽ അതിനെപ്പറ്റി ചെറിയ ഒരു ധാരണയുള്ള കുട്ടികൾ, നിങ്ങൾ പഠിക്കാൻ തയ്യാറെടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇനീഷ്യലി നിങ്ങൾ അറിയേണ്ട ഒരു വ്യത്യാസം മാത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്ന മുറയ്ക്ക് നമ്മളതനുസരിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ചെയ്യാറുണ്ട്, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ അതിൽ NTPC എക്സാമിനെ സംബന്ധിച്ചിടത്തോളം NTPC എക്സാം രണ്ട് ലെവലിലാണ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. ഗ്രാജുവേറ്റ് ലെവൽ ആൻഡ് അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ. ഗ്രാജുവേറ്റ് ലെവലിന് വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഡിഗ്രി മതി. അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിലാണെന്നുണ്ടെങ്കിൽ +2 ആണ് അതിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത്. ഗ്രൂപ്പ് ഡി എക്സാമിനാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രായപരിധി വരുന്നത് 18 വയസ്സ് മുതൽ 33 വയസ്സാണ്. NTPCയുടെ ഗ്രാജുവേറ്റ് ലെവലിൻ്റെ പ്രായപരിധി വരുന്നത് 18 വയസ്സ് മുതൽ 33 വയസ്സ് തന്നെയാണ്. എന്നാൽ അണ്ടർ ഗ്രാജുവേറ്റിൻ്റെ പ്രായപരിധി വരുന്നത് 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെയാണ് അണ്ടർ ഗ്രാജുവേറ്റ് എക്സാമിൻ്റെ പ്രായപരിധി വരുന്നത്. അപ്പോൾ ഇതാണ് ഈ എക്സാമിൻ്റെ ഏജസ് തമ്മിലുള്ള വ്യത്യാസം, ഏജ് ഗ്രൂപ്പുകൾ തമ്മിലുള്ള വ്യത്യാസം. ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഗ്രാജുവേഷനും അതുപോലെ തന്നെ +2 ഉള്ളവർക്ക് NTPC എക്സാം അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഗ്രൂപ്പ് ഡിയുടെ കേസിൽ 10th പാസ് ഓർ ITI ആണ് നിലവിലെ സാഹചര്യത്തിൽ ഗ്രൂപ്പ് ഡിയുടെ ക്വാളിഫിക്കേഷൻ. പക്ഷേ അത് കേസിൽ പെട്ട് കിടക്കുകയാണ്. നിങ്ങൾക്കറിയാം, ഇന്ന് ഹിയറിംഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെപ്റ്റംബർ 1, 2025 ഗ്രൂപ്പ് ഡിയുടെ ക്വാളിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഹിയറിംഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നും കോടതി അതിനകത്തൊരു തീർപ്പ് കൽപ്പിച്ചിട്ടില്ല. നാളെയോ മറ്റന്നാളോ ഹിയറിംഗ് കേൾക്കുമെന്ന് നമുക്ക് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അവിടെ ഡബിൾ സ്റ്റാർ ഇട്ട് വെച്ചിരിക്കുന്നത്, 10th പാസ് ഓർ ITI. എന്തായാലും 10ാം ക്ലാസ് യോഗ്യതയുള്ള കുട്ടികൾ എക്സാം പഠിക്കാൻ തയ്യാറായിട്ട് തന്നെ ഇരിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം നിലവിലെ സാഹചര്യത്തിൽ 10th ആയിരിക്കാം മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. കോടതിയുടെ മുന്നിലിരിക്കുന്ന കാര്യമാണ്, നമുക്കൊന്നും പറയാൻ പറ്റില്ല. സ്റ്റിൽ നിലവിലെ നോട്ടിഫിക്കേഷൻ പുറത്തുവിട്ടപ്പോൾ RRB 10th പാസ് ഓർ ITI എന്നാണ് ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അതാണ് ക്വാളിഫിക്കേഷൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ. സിലബസ് എന്ന് പറയുമ്പോൾ ഡീറ്റെയിൽഡ് സിലബസ് ഞാനിവിടെ കാണിച്ചിട്ടില്ല. എന്നിരുന്നാലും എന്തൊക്കെ സബ്ജക്റ്റുകളാണ് പഠിക്കാനുള്ളത് നോക്കാം. NTPC പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് മാത്സ് പഠിക്കാനുണ്ട്. മാത്സ് 30 മാർക്കിനാണ് ടയർ 1 എക്സാമിന്. അതായത് ഇതിനകത്ത് 2 ടയറുകൾ വരും. ആദ്യം ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. അതിൽ നിന്നും ക്വാളിഫൈ ആവുന്ന ആളുകൾ രണ്ടാമത്തെ ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിലേക്ക് പോകും. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡോക്യുമെന്റ് വെരിഫിക്കേഷനും മെഡിക്കൽ എക്സാമിനേഷനും ഉണ്ടായിരിക്കും. ചില പോസ്റ്റുകൾക്ക് ടൈപ്പിംഗ് ടെസ്റ്റും ചില പോസ്റ്റുകൾക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ലെവലും കൂടെ ഉണ്ടായിരിക്കും. അതൊക്കെ നമുക്ക് നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പോൾ ഇത്രയും മനസ്സിലാക്കി വെക്കുക. 2 കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ്, ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങോട്ട് കടക്കാൻ പറ്റുള്ളൂ. ഇതിൽ ആദ്യത്തെ ടെസ്റ്റിന് മാത്സിന് 30 മാർക്കാണ്, രണ്ടാമത്തെ ടെസ്റ്റിന് മാത്സിന് 40 മാർക്കാണ്. റീസണിങ്ങിനാണെന്നുണ്ടെങ്കിലും ആദ്യത്തെ ടെസ്റ്റിന് 30 മാർക്ക്, മാത്സിന് 40 മാർക്ക്. ജനറൽ അവയർനെസ്സിന് 40 മാർക്കാണ് ആദ്യത്തെ ടെസ്റ്റിന്, രണ്ടാമത്തെ ടെസ്റ്റിന് 50 മാർക്ക്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ടെസ്റ്റിൻ്റെ ടോട്ടൽ മാർക്ക് 100-ലാണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ടെസ്റ്റിൻ്റെ ടോട്ടൽ മാർക്ക് 120-ലാണ്. 2 പരീക്ഷ എഴുതാനും നിങ്ങൾക്ക് കിട്ടുന്നത് 90 മിനിറ്റാണ്. 1.5 മണിക്കൂറിൻ്റെ പരീക്ഷ. ടയർ 1-ന് 100, ടയർ 1 കഴിഞ്ഞ് അതിനകത്തുനിന്ന് ക്വാളിഫൈ ആവുന്ന ആൾക്കാരാണ് ടയർ 2 എഴുതാൻ പോകുന്നത്. ടയർ 2-ന് 120 മാർക്ക്, 90 മിനിറ്റ്, സെയിം ടൈം തന്നെ. എന്നാൽ ഗ്രൂപ്പ് ഡിയുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പ് ഡി 100 മാർക്കിൻ്റെ പരീക്ഷയാണ്, 90 മിനിറ്റാണ്. 4 സബ്ജക്റ്റുകളുണ്ട്. 4 സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ജനറൽ സയൻസ് എന്ന് പറഞ്ഞുകൊണ്ടൊരു സബ്ജക്റ്റ് ഇവിടെ കയറി വന്നിട്ടുണ്ട് 25 മാർക്കിന്. ഇതാണ് ഗ്രൂപ്പ് ഡിയും NTPCയും തമ്മിലുള്ള പ്രധാനമായിട്ടുള്ള വ്യത്യാസം. ജനറൽ സയൻസിന് വെയിറ്റേജ് കൂടുതലാണ്. 25% മാർക്ക് സയൻസിൽ നിന്നാണ്. ഈ 25-നെ നിങ്ങൾക്ക് 3 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 8-ന് മുകളിൽ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം,
ഫിസിക്സിൽ നിന്നും കെമിസ്ട്രിയിൽ നിന്നും ബയോളജിയിൽ നിന്നും ചോദ്യങ്ങളുണ്ടായിരിക്കും. ചിലപ്പോൾ 8 ചോദ്യം വീതം കെമിസ്ട്രിയിൽ നിന്നും ഫിസിക്സിൽ നിന്നാണെന്നുണ്ടെങ്കിൽ 9 ചോദ്യം ബയോളജിയിൽ നിന്നായിരിക്കാം. അല്ലെങ്കിൽ 8 ചോദ്യങ്ങൾ ഫിസിക്സിൽ നിന്നും ബയോളജിയിൽ നിന്നാണെങ്കിൽ 9 ചോദ്യം കെമിസ്ട്രിയിൽ നിന്നായിരിക്കും. ആ രീതിയിൽ 25 ചോദ്യങ്ങൾ സയൻസുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരിക്കും. ജനറൽ അവയർനെസ് ആണ് ഇവിടെ കൂടുതൽ ഏറി നിൽക്കുന്നത്. 40 മുതൽ 50 മാർക്കാണ് ജനറൽ അവയർനെസ്സിന് എവിടെ കിടക്കുന്നത്, NTPC കിടക്കുന്നത്. ഈ ജനറൽ അവയർനെസ്സിനകത്ത് അവർ സയൻസ് ചോദിക്കാറുണ്ട്, പക്ഷെ അത് 2 3 ഏറിപ്പോയാൽ 4 മാർക്കിനൊക്കെയാണ് സയൻസ് ചോദിക്കുന്നത്. എന്ന് പറഞ്ഞാൽ NTPC പഠിക്കുന്ന കുട്ടികൾക്ക് സയൻസിന് ഒരുപാട് വെയിറ്റേജ് കൊടുക്കേണ്ട കാര്യമില്ല. ഇവിടെ വെയിറ്റേജ് കൊടുക്കേണ്ട വേറെ സബ്ജക്റ്റുകളുണ്ട്. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പോലുള്ള സബ്ജക്റ്റുകളാണ് NTPC കൂടുതൽ ചോദിക്കുന്നത്. അപ്പോൾ ഈ താരതമ്യം കറക്റ്റായിട്ട് മനസ്സിലാക്കണം. NTPCക്ക് പഠിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഡിക്ക് പഠിക്കുന്ന കുട്ടികൾ ഏതെങ്കിലും ഒരു എക്സാമിനെ ഫോക്കസ് ചെയ്തിട്ടാണ് നിങ്ങൾ പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ എക്സാമിനെ അറിഞ്ഞ് പഠിക്കുക. നിങ്ങൾ എടുക്കുന്ന കോഴ്സുകളാണെങ്കിലും സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ആ സിലബസ് മനസ്സിലാക്കി വെയിറ്റേജ് മനസ്സിലാക്കി പഠിക്കുക. അതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ NTPC വേഴ്സസ് ഗ്രൂപ്പ് ഡി ഒരു കമ്പാരിസൺ ചാർട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വെച്ച് തന്നത്. ഇത് 10ാം ക്ലാസ് യോഗ്യതയുള്ള ലെവൽ 1 പോസ്റ്റാണ്. ഇത് ലെവൽ 2 തൊട്ട് ലെവൽ 6 വരെയുള്ള പോസ്റ്റാണ്. സാലറി വൈസ് പറയുകയാണെന്നുണ്ടെങ്കിൽ 32,000 മുകളിൽ സാലറിയാണ് ഗ്രൂപ്പ് ഡിക്ക് കിട്ടുന്നത്. പോസ്റ്റുകൾ അനുസരിച്ച് വേരി ചെയ്യും. ഇവിടെയാണെന്നുണ്ടെങ്കിൽ 40,000 മുതൽ 70,000 വരെ ശമ്പളം കിട്ടുന്ന, ഗ്രാജുവേറ്റ് ലെവലിലേക്കൊക്കെ പോകുമ്പോൾ 70,000 മുകളിൽ വരെ ശമ്പളം കിട്ടുന്ന പോസ്റ്റുകളാണ് NTPCയിൽ വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇതാണ് ബേസിക്കലി ഈ 2 എക്സാംസ് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ഈ എക്സാമിന് എങ്ങനെയാണ് പഠിക്കേണ്ടത്? ഈ എക്സാം എന്നല്ല, ഏതൊരു എക്സാമിനും വർക്കൗട്ട് ആവുന്ന ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയാണ്. ആദ്യം നിങ്ങൾ സിലബസ് മനസ്സിലാക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു, സിലബസിൽ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി. അതുകൊണ്ട് തീർന്നോ? ഇല്ല. സിലബസ് എന്ന് പറയുന്നത് എന്താണ്? ആക്ച്വലി സിലബസിനെ ഞാൻ 2 രീതിയിൽ നിങ്ങളുടെ അടുത്ത് പറയാറുണ്ട്. എപ്പോഴും നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ കുട്ടികളുടെ അടുത്ത് പറയുന്ന കാര്യമാണ് 2 സിലബസ് ഉണ്ടെന്നാണ് ഞാൻ പറയാം. ഒന്ന്, നോട്ടിഫിക്കേഷനകത്ത് കൊടുക്കുന്ന സിലബസ്. നോട്ടിഫിക്കേഷനകത്ത് RRB നമുക്ക് വേണ്ടി തരുന്ന ഒരു സിലബസ്. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? ഗിവൺ സിലബസ് എന്ന് വേണമെങ്കിൽ വിളിക്കാം. മറ്റൊന്ന് റിയൽ സിലബസ്. അതെന്താ സാറേ റിയൽ സിലബസ്? അപ്പോൾ RRB തരുന്നത് റിയൽ സിലബസ് അല്ലേ? RRB തരുന്നത് ഒരു ഔട്ട്ലൈൻ മാത്രമാണ്. റിയൽ സിലബസ് നമുക്ക് കിട്ടുന്ന എവിടെ നിന്നാണെന്നറിയോ? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നിങ്ങൾക്ക് തന്നിട്ടുള്ള സിലബസ് വെച്ചുകൊണ്ട് മുൻകാല ചോദ്യങ്ങളെ അനലൈസ് ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ എവിടെ നിന്ന് ചോദ്യങ്ങൾ വരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ, അല്ലേ? അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ സിലബസ് മനസ്സിലാക്കിയിട്ട് പഠിച്ചു തുടങ്ങണം. ബിഗിനർ ലെവൽ, അതായത് ഇപ്പോൾ നിങ്ങൾ +2 കഴിഞ്ഞിരിക്കുകയാണ്, 10 കഴിഞ്ഞിരിക്കുകയാണ്, ഡിഗ്രി കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ ഈ പറയുന്ന NTPCക്കോ ഗ്രൂപ്പ് ഡിക്കോ പ്രിപ്പയർ ചെയ്യാനായിട്ട് തയ്യാറെടുക്കുകയാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ബിഗിനർ ലെവലിലാണ്. കോമ്പറ്റേറ്റീവ് എക്സാം എന്ന് പറയുന്ന എക്സാമുകൾ നിങ്ങൾ എഴുതിയിട്ടില്ല, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മത്സര പരീക്ഷകൾ നിങ്ങൾ എഴുതിയിട്ടില്ല. ഈ മത്സര പരീക്ഷകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. മത്സര പരീക്ഷകൾ യൂണിവേഴ്സിറ്റി എക്സാം പോലെയോ ബോർഡ് എക്സാം പോലെയോ ഉള്ള. ബോർഡ് എക്സാമിൽ ഒരു പാസ് മാർക്ക് ഉണ്ട്. 40% 50% മാർക്ക് കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പാസ്സായി, അല്ലെങ്കിൽ നിങ്ങൾ 10 പാസ്സായി, നിങ്ങൾ ഡിഗ്രി പാസ്സായി, +2 പാസ്സായി എന്ന് പറയാം. പക്ഷെ കോമ്പറ്റേറ്റീവ് എക്സാം അങ്ങനെയല്ല. കോമ്പറ്റേറ്റീവ് എക്സാമിന് നിങ്ങൾക്ക് എന്ത് ചെയ്യണം? നിങ്ങൾ ഒരു കട്ട് ഓഫ് മാർക്ക് ക്ലിയർ ചെയ്യണം. അത് പാസ് മാർക്കല്ല. അതായത് ഒരു ആവറേജ് പെർഫോമൻസ് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ലിസ്റ്റിൽ കയറി കൂടാന്നാണെങ്കിൽ അല്ല. അങ്ങേയറ്റം കോമ്പറ്റീഷൻ ഉള്ളത് കൊണ്ട് തന്നെ നല്ല മാർക്ക് വാങ്ങിച്ച് ആ കോമ്പറ്റീഷനിൽ ഏറ്റവും മുൻപന്തിയിൽ വന്നാൽ മാത്രമേ നിങ്ങൾക്ക് കോമ്പറ്റേറ്റീവ് മത്സര പരീക്ഷയിൽ മുൻപന്തിയിൽ എത്താനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഒരു ബിഗിനർ ലെവലിൽ ഇരിക്കുന്ന ആൾ എന്ത് ചെയ്യണം? ആ ലെവലിലേക്ക് ഇറങ്ങി അതിൻ്റെ അടിസ്ഥാനം, ഒരു സബ്ജക്റ്റിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങളെല്ലാം പഠിച്ച് അടിത്തറയിട്ട് എന്ത് ചെയ്യണം? മുകളിലേക്ക് വരണം. ആ മുകളിലേക്ക് വരുമ്പോഴാണ് നിങ്ങൾക്ക് അതിൻ്റെ ഇൻ്റർമീഡിയറ്റ് ലെവലിൽ അസാമാന്യം ഭേദപ്പെട്ട രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ചെയ്ത് നോക്കാനും പറ്റുന്നത്. ആദ്യം തന്നെ പോയിട്ട് ചോദ്യങ്ങൾ ചെയ്ത് ടെസ്റ്റുകൾ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്ത് ചെയ്യണമെന്നില്ല, നിങ്ങൾ നിരാശരാവാൻ, ഡിമോട്ടിവേറ്റഡ് ആവാം, ഇതെനിക്ക് പറ്റുന്നതല്ല എന്ന് തോന്നാം. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? പഠിക്കേണ്ട സിലബസിനെ പറ്റിയുള്ള ഒരു ധാരണ ഉണ്ടാക്കി വെച്ച് ഇന്ന ഭാഗങ്ങളൊക്കെയാണ് ചോദിക്കണമെന്ന് മനസ്സിലാക്കി, അതിലെനിക്ക് അറിയാത്ത ഭാഗങ്ങൾ ഇതാണെന്ന് മനസ്സിലാക്കി, അതിന് കൂടുതൽ ഊന്നൽ കൊടുത്ത് അതിൻ്റെ ക്ലാസ്സുകൾ, അതിൻ്റെ മെറ്റീരിയൽസ് കളക്ട് ചെയ്ത് അതിൽ നിന്നും പ്രിപ്പയർ ചെയ്ത് തുടങ്ങി ഒരു അടിത്തറ ഉണ്ടാക്കി വെക്കണം. അതിനുശേഷമാണ് നിങ്ങൾ ഇൻ്റർമീഡിയറ്റ് ലെവലിലേക്ക് കിടക്കുന്നത്. ഇൻ്റർമീഡിയറ്റ് ലെവൽ എന്ന് പറയുമ്പോൾ എന്താണ് ചെയ്യുന്നത്? ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കണം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസോ നമ്മുടെ ടെസ്റ്റ് പോലെയുള്ള ആപ്പുകൾ, അല്ലെങ്കിൽ ഒലിവ് ബോർഡർ പോലെയുള്ള ആപ്പുകളിൽ നിന്നൊക്കെ കിട്ടുന്ന ടെസ്റ്റുകൾ, മോക്ക് ടെസ്റ്റുകളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? എടുത്ത് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഇതിന് മുകളിലാണ് അഡ്വാൻസ് ലെവൽ എന്ന് പറയുന്നത്. അഡ്വാൻസ് ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രാ എഡ്ജ് കിട്ടാനുള്ള കാര്യമാണ്. ഞാൻ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കവർ ചെയ്തു. എല്ലാ കുട്ടികളും പഠിക്കുന്ന കാര്യങ്ങൾ ഞാനും പഠിച്ചു, ടെസ്റ്റുകൾ ഞാനും ചെയ്തു. പക്ഷെ അത് മാത്രം പോരാ. ഒരു 1ാം റാങ്കുകാരനും ഈ പറയുന്ന പോലെ ലിസ്റ്റിനകത്ത് വരുന്ന, അല്ലെങ്കിൽ ലിസ്റ്റിനകത്ത് കടക്കുമോ ഇല്ലയോ എന്ന് ടെൻഷൻ അടിച്ചിരിക്കുന്ന ആളും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഈ അഡ്വാൻസ് ലെവലിൻ്റെ കാര്യമാണ്.
അപ്പോൾ കിട്ടുന്ന ഓരോ മാർക്കും വിലപ്പെട്ടതാണ്. അപ്പോൾ ഓരോ മാർക്ക് കൂടെ കൂടുതൽ കിട്ടാനായിട്ട് ഞാൻ പഠിക്കാത്ത ഏരിയ ഏതാണ്, ഞാൻ മടി പിടിച്ച് ഇരിക്കുന്ന ഏരിയ ഏതാണ്, എനിക്ക് മനസ്സിലാവാത്ത ഏരിയ ഏതാണ്, അത് എനിക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുമോ, അതിന് ക്ലാസ്സുകൾ എവിടെ നിന്നെങ്കിലും കിട്ടുമോ, അതിൻ്റെ കണ്ടൻറ്റ് എവിടെ നിന്നെങ്കിലും കിട്ടുമോ, അത് തേടി പോകാനുള്ള മനസ്സ്, അതാണ് അഡ്വാൻസ്ഡ് ലെവൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ രീതിയിൽ 3 ലെവലിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്താലാണ് ഒരു എക്സാമിന് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇത് RRB എന്ന് മാത്രമല്ല, നിങ്ങൾ പഠിക്കാനിരിക്കുന്ന ഏത് എക്സാമിനും നിങ്ങൾ യൂസ് ചെയ്യേണ്ട ഒരു സ്ട്രാറ്റജിയാണ് 3 ലെവലിൽ. ആദ്യം എക്സാമിനെ മനസ്സിലാക്കാനായിട്ട് സിലബസ് എന്തിൻ്റെ കൂടെ വെച്ച് നോക്കണം, നിങ്ങൾ പഠിക്കാനിരിക്കുന്ന നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ള എക്സാമിൻ്റെ മുൻകാല ചോദ്യങ്ങളായിട്ട് അനലൈസ് ചെയ്യണം. അത് വെച്ചുകൊണ്ട് അതിൻ്റെ സോഴ്സുകൾ, ചോദ്യങ്ങൾ എവിടെ നിന്നാണെന്ന് മനസ്സിലാക്കി അത് പഠിക്കാനുള്ള ബിഗിനർ ലെവലിലുള്ള നോട്ട്സും ക്ലാസ്സുകളും കണ്ടു തീർക്കുക, നോട്ടുകൾ എഴുതിയെടുക്കുക. അതിനുശേഷം ടെസ്റ്റുകൾ ഉൾപ്പെടുന്ന രീതിയിൽ കുറച്ചുകൂടെ ഇൻ്റർമീഡിയറ്റ് ലെവലിലേക്ക് നിങ്ങൾ പ്രിപ്പറേഷനെ ബൂസ്റ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഒട്ടും അറിയാത്ത ഏരിയകളിലേക്ക് കൂടെ കടന്ന് ചെന്ന് എന്ത് ചെയ്യുക, ആ മാർക്ക് കൂടെ സ്കോർ ചെയ്യാനായിട്ട് പറ്റുക. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ BA ഹിസ്റ്ററിയോ MA ഹിസ്റ്ററിയോ പഠിച്ചിട്ടുള്ള ഒരു കുട്ടിയാണ്, മാത്സിൽ ബേസ് ഇല്ലാന്നുണ്ടെങ്കിൽ മാത്സിൻ്റെ ഏത് പ്രോബ്ലം കിട്ടിയാലും ചെയ്യാൻ പാകത്തിലേക്ക് നിങ്ങളെ പാകപ്പെടുത്തി എടുക്കുക എന്നുള്ളതാണ് ഈ ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഇവിടെ എപ്പോഴും ഞാൻ എല്ലാ കുട്ടികളുടെ അടുത്ത് നമ്മുടെ ക്ലാസ്സിൽ പറയുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ട ഒരു സംഭവം, കൺസെപ്റ്റ് ബിൽഡിംഗ് പ്രാക്ടീസിങ്. ഈ ഒരു സൈക്കിളിനകത്തായിരിക്കണം നിങ്ങളുടെ പ്രിപ്പറേഷൻ എപ്പോഴും. അതേത് ടോപ്പിക് എടുത്താലും അങ്ങനെ ആയിരിക്കണം. നിങ്ങളൊരു ആശയം ഡെവലപ്പ് ചെയ്തെടുക്കുന്നു, അതിപ്പോൾ GK ലാണെന്നുണ്ടെങ്കിൽ ഒരു കൺസെപ്റ്റ് നിങ്ങൾ ഡെവലപ്പ് ചെയ്തു, മാത്സിൽ നിങ്ങളൊരു ആശയം പഠിച്ചു, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തു, 100 ചോദ്യത്തിൻ്റെ ഒരു ടെസ്റ്റ് എടുത്തു, അല്ലെങ്കിൽ 20 ചോദ്യത്തിൻ്റെ ഒരു ടെസ്റ്റ് എടുത്തു, 10 തെറ്റി 10 ശരിയായി. തെറ്റിയ ചോദ്യങ്ങളുടെ പുറകെ പോവുക, എന്തുകൊണ്ട് തെറ്റിയെന്ന് മനസ്സിലാക്കുക, അത് എഴുതിയെടുക്കുക. ആ കൺസെപ്റ്റിൽ എന്തെങ്കിലും ഞാൻ പഠിച്ചതിൻ്റെ കുഴപ്പം കൊണ്ടാണോ അല്ലെങ്കിൽ എൻ്റെ അശ്രദ്ധ കൊണ്ടാണോ എന്ന് തിരിച്ചറിയുക, എന്ത് ചെയ്യുക, വീണ്ടും പ്രാക്ടീസ് ചെയ്യുക. ഈ ഒരു ലൂപ്പിനകത്ത് കയറുന്നാൽ മാത്രമേ, അല്ലെങ്കിൽ ഇതിനകത്തോടെ കറങ്ങിയാൽ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യുള്ളൂ, എക്സൽ ചെയ്യുള്ളൂ നിങ്ങളുടെ മേഖലയിൽ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇതാണ് പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഇത് എല്ലാ എക്സാമിനും നിങ്ങൾ യൂസ് ചെയ്യേണ്ട ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി തന്നെയാണ്. ഇനി ഞങ്ങൾ എന്താണ് നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്, ഈ ലോങ് ടേം ബാച്ചിൻ്റെ പ്രത്യേകത എന്താണെന്നുള്ളത് നോക്കാം. ഈ ലോങ് ടേം ബാച്ച് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് സെപ്റ്റംബർ മാസം 1-ാം തീയതിയാണ് ഈ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. 500 ദിവസമാണ് ഈ കോഴ്സിൻ്റെ വാലിഡിറ്റി. നിങ്ങൾ എന്നാണോ ഈ കോഴ്സ് പർച്ചേസ് ചെയ്യുന്നത് അന്ന് മുതൽ 500 ദിവസത്തേക്ക് നിങ്ങൾക്ക് ഈ കോഴ്സ് യൂസ് ചെയ്യാവുന്നതാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ആൻഡ് നമ്മുടെ ഫാക്കൽറ്റീസ്, നമ്മുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഈ പല കേരള PSC പോലെയുള്ള ഒരുപാട് എക്സാംസ് ക്രാക്ക് ചെയ്തിട്ടുള്ള എക്സ്പേർട്ട് ഫാക്കൽറ്റീസാണ് നിങ്ങൾക്ക് വേണ്ടി ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ആ കോഴ്സുകൾ ഇന്ന് ലോഞ്ച് ചെയ്യുകയാണ്. ഇനി കോഴ്സിൻ്റെ ഫീച്ചേഴ്സ് എന്താണ്? ഇതാണ് കോഴ്സിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ 3 ലെവൽ പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയിൽ സിലബസ് കവറേജ് നടത്തിയിട്ടുള്ള ക്ലാസ്സസാണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി തരുന്നത്. മാത്സിനും റീസണിങ്ങിനും വേണ്ടി സ്കോറിൻ്റെ മാത്രം സ്പെഷ്യാലിറ്റി ആയിട്ടുള്ള പ്രാക്ടീസ് വിത്ത് ഫാക്കൽറ്റി സെഷൻസ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി തരുന്നുണ്ട്. പ്രാക്ടീസ് വിത്ത് ഫാക്കൽറ്റി സെഷൻ എന്ന് പറഞ്ഞാൽ എന്താ? മാത്സും റീസണിങ്ങിനും നമ്മൾ ഫൗണ്ടേഷൻ ക്ലാസ്സുകൾ തരുന്നുണ്ട്. മാത്സിൻ്റെ ഫൗണ്ടേഷൻ അറിയാത്ത കുട്ടികൾ ഫൗണ്ടേഷൻ ക്ലാസ്സുകൾ കണ്ടത് മനസ്സിലാക്കിയതിന് ശേഷം എന്ത് ചെയ്യുന്നു, കൺസെപ്റ്റ് ക്ലാസ്സുകളിലേക്ക് വരുന്നു. LCM-ഉം HCF-ഉം എന്താണെന്ന് അറിയാത്തൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വർക്ക് ആൻഡ് ടൈമിൻ്റെ പ്രോബ്ലമോ പൈപ്പ് ആൻഡ് സിസ്റ്റൻ്റെ പ്രോബ്ലമോ ഒക്കെ ചെയ്യാൻ പാടായിരിക്കും. അപ്പോൾ നിങ്ങൾ LCM, HCF, ഡിവിസിബിലിറ്റി എങ്ങനെ കണ്ടുപിടിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഫൗണ്ടേഷൻ ക്ലാസ്സിനകത്ത് നമ്മൾ ആദ്യം തരുന്നത്. അതിൽ നിന്നും ആ ക്ലാസ്സുകൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വർക്ക് ആൻഡ് ടൈം, പൈപ്പ് ആൻഡ് സിസ്റ്റം പോലുള്ള ക്ലാസ്സുകളിലേക്ക് കടക്കാൻ പറ്റും. ഇത് രണ്ടും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രാക്ടീസ് വിത്ത് ഫാക്കൽറ്റി സെഷൻസ് യൂസ് ചെയ്യാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മുന്നിലേക്ക് ഏതാനും ചോദ്യങ്ങൾ നമ്മൾ തരുന്നു, PDF തരുന്നു. ആ PDF നിങ്ങൾക്ക് സോൾവ് ചെയ്ത് തരാനുള്ള സമയം ഉണ്ടായിരിക്കും. ആ സമയത്തിൽ നിങ്ങൾ സോൾവ് ചെയ്ത് തരിക, സോൾവ് ചെയ്യാൻ നോക്കുക. അതിനുശേഷം അതേ ക്വസ്റ്റ്യൻസ് ഫാക്കൽറ്റിയുടെ കൂടെ നിന്ന് ഒരു അധ്യാപകൻ്റെ പെർസ്പെക്റ്റീവിൽ ഒരു എക്സ്പെർട്ട് ഫാക്കൽറ്റി എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻസിനെ ടാക്കിൾ ചെയ്യാന്നുള്ളത് അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. അതാണ് പ്രാക്ടീസ് വിത്ത് ഫാക്കൽറ്റി സെഷൻ എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള വർക്ക് ബുക്കുകൾ നമ്മൾ തരുന്നുണ്ടായിരിക്കും. എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള റിവിഷൻസ്, റെഗുലർ ടെസ്റ്റുകളിലൂടെ നിങ്ങൾക്ക് വേണ്ടി റിവിഷന് വേണ്ടിയിട്ടുള്ള സംഭവം നമ്മൾ തരുന്നുണ്ടായിരിക്കും. ഇനി സ്കോർ ആഡ് ഓൺസ് ആയിട്ട് നമ്മൾ തരുന്ന കാര്യങ്ങളാണ് കറണ്ട് അഫയേഴ്സ്. അതിൻ്റെ ക്ലാസ്സുകൾ PDF സ്റ്റഡി മെറ്റീരിയൽസ് നമ്മൾ തരുന്നുണ്ടായിരിക്കും. കറണ്ട് അഫെയറിൻ്റെ സ്കോർ ക്യൂ കാർഡ്സ് നമ്മൾ തരുന്നുണ്ടായിരിക്കും. ഷോർട്ട് നോട്ടുകൾ, GK-യുടെയൊക്കെ ഷോർട്ട് നോട്ട്സ് നമ്മൾ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വേണ്ടി തരുന്നുണ്ടായിരിക്കും. 24 മണിക്കൂറും അവൈലബിൾ ആയിട്ടുള്ള ഡൗട്ട് റെസൊല്യൂഷൻ ത്രൂ വാട്സാപ്പ് സപ്പോർട്ട്. നിങ്ങൾക്ക് ഏത് സമയത്തും എന്ത് ചെയ്യാം, ഈ പറഞ്ഞ പോലെ വാട്സാപ്പിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. നമ്മുടെ ഫാക്കൽറ്റീസ് നിങ്ങളുടെ ഡൗട്ടുകൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, അഡ്രസ്സ് ചെയ്യുന്നുണ്ടായിരിക്കും. ആൻഡ് നിങ്ങൾക്ക് അറിയാവുന്നതാണ്, നമ്മളിപ്പോൾ സ്കോർ റെയിൽവേ സ്റ്റഡി ഗ്രൂപ്പ് എന്ന് പറഞ്ഞുകൊണ്ടൊരു ചാറ്റ് റൂം തുടങ്ങിയിട്ടുണ്ട്, ഒരു ഡിസ്കഷൻ റൂം തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഡൗട്ടുകൾ അവിടെയും ചോദിക്കാവുന്നതാണ്. അത് നമ്മൾ കോഴ്സ് എടുത്ത കുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല, അത് ഓപ്പൺ ആയിട്ടുള്ളൊരു ചാനലാണ്, നിങ്ങൾക്ക് ആർക്കും അവിടെ ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് കോഴ്സിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആൻഡ് ഇനി ഞാൻ നേരത്തെ പറഞ്ഞ 3 ടയർ പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. GK-ക്ക് വേണ്ടി നമുക്ക് NCERT വെച്ചിട്ടുള്ള ഫൗണ്ടേഷൻ ക്ലാസ്സുകൾ നമ്മൾ നിങ്ങൾക്ക് വേണ്ടി തരുന്നുണ്ടായിരിക്കും. ആ NCERT-യുടെ ആവശ്യം എന്താണ്? ഉദ്യോഗാർത്ഥികൾക്ക് ഫണ്ടമെൻ്റൽ കൺസെപ്റ്റ്സ് ബിൽഡ് ചെയ്യാൻ മുൻ വർഷ RRB NTPC ചോദ്യങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള NCERT ഡീകോഡിംഗ് ക്ലാസ്സുകൾ. കാരണം NTPC
ലെവലിലാണ് നിങ്ങൾ GK പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പ് ഡിക്ക് സെപ്പറേറ്റ് ഒരു ക്ലാസ്സിൻ്റെ ആവശ്യമില്ല. കാരണം 40 മാർക്ക് NTPCക്ക് ടയർ 1 തന്നെ ഉണ്ട്. ഇനി അതിൽ നിന്ന് നമ്മൾ കൺസെപ്റ്റ് ക്ലാസ്സുകളിലേക്ക് വരുന്നു. അവസാനം എക്സാമിന് മുന്നേ ആയിട്ട് പെട്ടെന്ന് ഈ ഇത്രയും അവേഴ്സ് ഉള്ള കൺസെപ്റ്റ് ക്ലാസ്സോ NCERT ക്ലാസ്സോ ചിലപ്പോൾ അത് നിങ്ങൾക്ക് ആ സമയത്ത് റിവിഷന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൺസോളിഡേറ്റഡ് റിവിഷൻ ക്ലാസ്സുകൾ നമ്മൾ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം നമ്മുടെ കോഴ്സിൽ റെഡിലി അവൈലബിൾ ആണ്. ഓക്കെ, ഇനി മാത്സിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫൗണ്ടേഷൻ ക്ലാസ്സസ് ഉണ്ട്, കൺസെപ്റ്റ് ക്ലാസ്സസ് ഉണ്ട്, പ്രാക്ടീസ് വിത്ത് ഫാക്കൽറ്റി സെഷൻസ് ഉണ്ട്. റീസണിങ്ങിനെ സംബന്ധിച്ചിടത്തോളം റീസണിംഗ് എന്ന് പറയുന്നത് പൊതുവെ ഒരു ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിംഗ് എന്നാണ് സിലബസിനകത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് സാമാന്യമായിട്ടുള്ള ഒരു ബോധം ഉള്ള അല്ലെങ്കിൽ ആ രീതിയിൽ നിങ്ങൾക്ക് നാച്ചുറലി ചെയ്യാൻ പറ്റുന്ന ആയതുകൊണ്ട് തന്നെ അവിടെ കൺസെപ്റ്റ് ക്ലാസ്സുകളും പ്രാക്ടീസ് വിത്ത് ഫാക്കൽറ്റി സെഷൻസാണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. ജനറൽ സയൻസിനകത്തും കൺസെപ്റ്റ് ക്ലാസ്സസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സീരീസുമാണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. ജനറൽ സയൻസിനെ സംബന്ധിച്ചിടത്തോളം NCERT ബേസ്ഡ് ആണ് നമ്മുടെ ഓരോ ക്ലാസ്സും. അപ്പോൾ NCERTയിൽ നിന്ന് ഓരോ ചാപ്റ്റർ എടുത്ത് വെച്ച് ഓരോ ടോപ്പിക്സിൻ്റെ 6ാം ക്ലാസ്സിലെയും 9ാം ക്ലാസ്സിലെയും 7ാം ക്ലാസ് തൊട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ 12ാം ക്ലാസ് വരെയുള്ള പുസ്തകങ്ങൾ 10ാം ക്ലാസ് വരെയാണ് സിലബസിനകത്ത് കൊടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിലും പല ക്വസ്റ്റ്യൻസും അതിനും പുറത്തേക്ക് പോകുന്നതുകൊണ്ട് നമ്മൾ NCERT ആ രീതിയിലുള്ള NCERTs എല്ലാം കവർ ചെയ്തിട്ടാണ് നമ്മുടെ ക്ലാസ്സുകൾ നമ്മൾ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ആൻഡ് അതിനുശേഷം ആഡ് ഓൺ ആയിട്ട് മുൻകാല ചോദ്യങ്ങളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡിസ്കഷൻ സീരീസുകൾ നമ്മൾ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഈ രീതിയിലാണ് സയൻസിൽ നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം ജനറൽ അവയർനെസ്, മാത്സ് ആൻഡ് റീസണിങ് ഈ 3 ഭാഗങ്ങളാണ് NTPCക്ക് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത്. എന്നാൽ ഈ 4 ഭാഗങ്ങൾ നിങ്ങൾക്ക് എന്തിനാവശ്യമായിട്ട് വരും? ഈ പറഞ്ഞ പോലെ ഗ്രൂപ്പ് ഡിക്ക് ആവശ്യമായിട്ട് വരും. പക്ഷേ ഗ്രൂപ്പ് ഡിയുടെ ജനറൽ അവയർനെസ് എന്ന് പറയുന്നത് 20 മാർക്കിനാണ്, NTPCയുടെ ജനറൽ അവയർനെസ് എന്ന് പറയുന്നത് 40 മാർക്കിനാണ്. അതാണ് വ്യത്യാസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കി വെക്കുക. ഇനി നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ടെസ്റ്റ് സീരീസ് നമ്മുടെ ഈ പറയുന്ന കോഴ്സിൻ്റെ ഭാഗമായിട്ട് തരുന്നുണ്ട്. 450-ൽ പരം ടെസ്റ്റുകളാണ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് പ്രാക്ടീസ് ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും. 100-ൽ പരം പ്രാക്ടീസ് ടെസ്റ്റുകൾ നമ്മൾ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ കോഴ്സിൻ്റെ ഭാഗമായിട്ട്. ഇനി ടോപ്പിക് ടെസ്റ്റുകൾ ഓരോ സബ്ജക്റ്റിലെയും ഓരോ ടോപ്പിക് എടുത്തിട്ടുള്ള ആ ടോപ്പിക്കിന് വേണ്ടിയിട്ടുള്ള സെപ്പറേറ്റ് ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും. ഒരു സബ്ജക്റ്റിൻ്റെ പാർട്ടിനെ വെച്ചുകൊണ്ടുള്ള ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും. ഒരു സബ്ജക്റ്റിൻ്റെ ഫുൾ ടെസ്റ്റ് ഉണ്ടായിരിക്കും. മൾട്ടിപ്പിൾ സബ്ജക്റ്റുകൾ വെച്ചുകൊണ്ടുള്ള പാർട്ട് ടെസ്റ്റ് ഉണ്ടായിരിക്കും. ആൻഡ് മൾട്ടിപ്പിൾ സബ്ജക്റ്റ് വെച്ചുകൊണ്ടുള്ള ഫുൾ ടെസ്റ്റ് ഉണ്ടായിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു തരാം. പ്രാക്ടീസ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു ഈ പറഞ്ഞ പോലെ എല്ലാ സബ്ജക്റ്റുകളും കൂടി ഈ പറഞ്ഞ പോലെ ഇഴകലർന്നിട്ടുള്ള ഒരു ടെസ്റ്റാണ്. അതിനകത്ത് 100ഓളം വരുന്ന ടെസ്റ്റുകൾ നമുക്ക് അതിനകത്ത് വരുന്നുണ്ടായിരിക്കും. ടോപ്പിക് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പൊളിറ്റി എടുത്തു കഴിഞ്ഞാൽ പൊളിറ്റിയുടെ ബ്രിട്ടീഷ് ആക്ട് എന്ന് പറയുന്ന ഭാഗം അതൊരു ടോപ്പിക്കാണ്, പൊളിറ്റിക്ക് അകത്തുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക് ടെസ്റ്റ് ഉണ്ടായിരിക്കും. സബ്ജക്ട് പാർട്ട് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ബ്രിട്ടീഷ് ആക്ട്സ് ആൻഡ് പോളിസീസ്, അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി, അതുപോലെ തന്നെ പ്രിയാമ്പിൾ, സോഴ്സ് ആൻഡ് ഫീച്ചേഴ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, ഇത്രയും ഭാഗത്തിന് ഇതിനെ ഞാനൊരു പാർട്ടാക്കിയിട്ട് ഇതൊരു ടെസ്റ്റായിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതാണ് സബ്ജക്ട് പാർട്ട് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ. പൊളിറ്റി എന്ന് പറയുന്ന വിഷയത്തിന് അപ്പാടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതാണ് സബ്ജക്ട് ഫുൾ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ. മൾട്ടിപ്പിൾ സബ്ജക്ട് പാർട്ട് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പുറത്തെ പൊളിറ്റിയുടെ കൂടെ നിങ്ങൾക്ക് ഹിസ്റ്ററിയുടെ ഏൻഷ്യൻ ഹിസ്റ്ററിയൂടെ തരികയാണ്. അപ്പോൾ ഏൻഷ്യൻ ഹിസ്റ്ററിയും പൊളിറ്റിയുടെ ഇത്രയും ഭാഗങ്ങളും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ എന്തായി? മൾട്ടിപ്പിൾ സബ്ജക്ട് പാർട്ട് ടെസ്റ്റായി. മൾട്ടിപ്പിൾ സബ്ജക്ട് ഫുൾ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പറഞ്ഞ പോലെ മൾട്ടിപ്പിൾ സബ്ജക്റ്റ് വെച്ചുകൊണ്ടുള്ള 100 മാർക്കിൻ്റെ ടെസ്റ്റുകൾ. മോക്ക് ടെസ്റ്റ് എന്താണ്? യഥാർത്ഥ നിങ്ങൾ എക്സാം എഴുതാൻ പോകുന്ന NTPC ആണെങ്കിൽ NTPC, ഗ്രൂപ്പ് ഡി ആണെങ്കിൽ ഗ്രൂപ്പ് ഡി, അതിനെ പാകപ്പെടുത്തിയിട്ടുള്ള ഫുൾ മോക്ക് ടെസ്റ്റുകളാണ്. അപ്പോൾ ഈ രീതിയിലുള്ള ടെസ്റ്റുകൾ നമ്മൾ നിങ്ങൾക്ക് വേണ്ടി തരുന്നുണ്ട്. അങ്ങനെ 450-ൽ പരം ടെസ്റ്റുകളാണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി അവൈലബിൾ ആക്കിയിട്ടുള്ളത്. ഓക്കെ, ഇനി എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ലോങ് ടേം ബാച്ചിന് ജോയിൻ ചെയ്യണമെന്ന് ഞാൻ പറയുന്നത്? ലോങ് ടേം ബാച്ചിൻ്റെ പ്രത്യേകത ബേസ് സ്ട്രോങ് ആക്കി പഠിച്ചെടുക്കാനായിട്ട് നിങ്ങളെ ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. 500 ദിവസത്തെ വാലിഡിറ്റിയാണ് ഈ കോഴ്സിനകത്തുള്ളത്. അടുത്ത വർഷത്തെ NTPC എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളായിക്കോട്ടെ, നിങ്ങൾക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന പോലെ ഈ 3 ലെവലിലുള്ള പ്രിപ്പറേഷൻ അടിത്തറയിട്ട് പഠിച്ച് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എന്തിനാ ഇത്ര അടിത്തറയിട്ട് പഠിക്കണം? ഞങ്ങൾക്ക് ഈ വർഷത്തെ എക്സാം അങ്ങ് ക്രാക്ക് ചെയ്താൽ പോരെന്ന് ചോദിക്കാം. മതി, നിങ്ങൾക്ക് എപ്പോഴാണോ ജോലി കിട്ടുന്നത് അപ്പം ഏറ്റവും അടുത്ത് ജോലി കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലത്. ഞാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്യൂച്ചറിലേക്ക് ഒരു എക്സാമിന് വേണ്ടി പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത് ക്രാക്ക് ചെയ്യുന്ന ഉറപ്പ് വരുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ അത്രയും ഫൗണ്ടേഷൻ ഇട്ടതാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ ഹെൽപ്ഫുൾ ആയിരിക്കും. മാത്രമല്ല NTPC ഗ്രൂപ്പ് ഡി എന്ന് പറയുന്ന ഈ 2 പരീക്ഷകളുടെ കാര്യം മാത്രമല്ല ഞാനിവിടെ പറയുന്നത്. കേരള PSC കണ്ടക്ട് ചെയ്യുന്ന ഡിഗ്രി ലെവൽ പരീക്ഷകളായിക്കോട്ടെ, +2 ലെവൽ പരീക്ഷകളായിക്കോട്ടെ, LDC പോലുള്ള പരീക്ഷകളായിക്കോട്ടെ, അതിനൊക്കെ നമ്മുടെ കോഴ്സ് ഹെൽപ്പ് ചെയ്യും. ഞാൻ വെറുതെ പറയുന്നതല്ല. നമ്മുടെ ഇവിടെ തരുന്ന GK ക്ലാസ് ആയിക്കോട്ടെ, മാത്സിൻ്റെയും റീസണിങ്ങിൻ്റെയും ക്ലാസ്സുകളായിക്കോട്ടെ, ആ ക്ലാസ്സുകൾ കണ്ടു കഴിയുമ്പോൾ നിങ്ങളുടെ കേരള PSC പോലുള്ള എക്സാംസിൻ്റെയൊക്കെ ഒരു 50%, 60% സിലബസ് ഓൾറെഡി കവറായി. SSC പോലുള്ള എക്സാമിൻ്റെ 75% സിലബസ് കവറായി. SSCക്ക് ഇനി എക്സ്ട്രാ ഇംഗ്ലീഷ് മാത്രം നിങ്ങൾ എഫേർട്ട് ഇട്ട് പഠിച്ചാൽ മതി. ബാങ്ക് പോലുള്ള എക്സാംസിൻ്റെ ഓൾറെഡി പറഞ്ഞ പോലെ 50-60% കവറായി.
അപ്പോൾ ഈ ലോങ് ടൈം ബാച്ചിൽ നിങ്ങൾ ഫൗണ്ടേഷൻ ഇട്ട് പഠിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് NTPC ഗ്രൂപ്പ് ഡി എന്ന് പറയുന്ന 2 എക്സാംസ് മാത്രമല്ല നിങ്ങളുടെ മനസ്സിലുണ്ടാവേണ്ടത്. നിങ്ങൾ ഈ പറയുന്ന ആ ഒരു കാലയളവിൽ, ഈ 500 ദിവസ കാലയളവിൽ നിങ്ങൾ പഠിക്കുന്ന മുറയ്ക്ക് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ഏത് സർക്കാർ ജോലിയും നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതിനെല്ലാം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബാച്ച് ആയിരിക്കും ഈ പറയുന്ന ലോങ് ടൈം ബാച്ച് എന്ന് പറയുന്നത്. മാത്രമല്ല RRB തന്നെ കണ്ടക്ട് ചെയ്യുന്ന, നിങ്ങൾക്കറിയാം ഇനി വരാൻ പോകുന്ന സെപ്റ്റംബർ മാസം ഏകദേശം 2 ആഴ്ച കഴിയുമ്പോൾ സെക്ഷൻ കൺട്രോളറിന് നോട്ടിഫിക്കേഷൻ വരും. സെക്ഷൻ കൺട്രോളിൻ്റെ എക്സാം ആയിക്കോട്ടെ, ALP എക്സാം ആയിക്കോട്ടെ, ടെക്നീഷ്യൻ എക്സാം ആയിക്കോട്ടെ, ജൂനിയർ എഞ്ചിനീയർ എക്സാം ആയിക്കോട്ടെ, ഇതിനൊക്കെ നിങ്ങളെ ഹെൽപ്ഫുൾ ആക്കുന്ന ഒരു ബാച്ചാണ് ലോങ് ടൈം ബാച്ച് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ജൂനിയർ എഞ്ചിനീയർ എക്സാമിനെ സംബന്ധിച്ചിടത്തോളം മാത്സ് ഉണ്ട്, റീസണിംഗ് ഉണ്ട്, സയൻസ് ഉണ്ട്, GK ഉണ്ട്. ഓഫ് കോഴ്സ് GK 10 മാർക്കിനോ 15 മാർക്കിനേ ഉള്ളൂ. സയൻസ് 30 മാർക്കിനുണ്ട്. മാത്സ് റീസണിംഗ് ഈ പറഞ്ഞ പോലെ 55 മാർക്കിനുണ്ട്. പക്ഷേ അപ്പോൾ ഈ നമ്മുടെ ഈ NTPCയുടെ ലെവലിൽ നിങ്ങൾ GK പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് JEയും എഴുതാം, NTPCയും എഴുതാം, സെക്ഷൻ കൺട്രോളർ എഴുതാം, കേരള PSC കണ്ടക്ട് ചെയ്യുന്ന ജനറൽ PSC എക്സാംസ് എഴുതാം, SSC എക്സാം എഴുതാം, ഈ പറയുന്ന RRB എക്സാം എഴുതാം. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ തന്നെ നിങ്ങൾ സ്ട്രാറ്റജൈസ് ചെയ്യുക. ഞാൻ ഏത് കോഴ്സ് എടുക്കണം, ഈ കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഏതൊക്കെ എക്സാംസിൽ പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റും. ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ തന്നെ മനസ്സിലാക്കിയെടുക്കുക. ആൻഡ് ഈ പറയുന്ന എക്സാംസ് വെറുതെ എഴുതാൻ പറ്റുന്നല്ല ഞാൻ പറയുന്നത്. 400-ൽ പരം ക്ലാസ് അവേഴ്സാണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി തരുന്നത്. 400+ ക്ലാസ് അവേഴ്സ്. ഇതിന് പുറമെ ആഡ് ഓൺസ് ഉണ്ടായിരിക്കും. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എക്സാംസിൻ്റെയൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡിസ്കഷൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ക്ലാസ്സുകൾ, അത്രയും ക്ലാസ്സസ് നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ നിങ്ങൾ വെൽ പ്രിപ്പയർഡ് ആയിരിക്കും. ഏത് എക്സാമിനെയും ഫേസ് ചെയ്യാൻ പാകത്തിന് നിങ്ങളുടെ കയ്യിൽ കണ്ടൻറ്റ് അത്രയും സ്ട്രോങ് ആയിട്ട് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ മനസ്സിൽ വെക്കുക. ആൻഡ് വർക്ക് ചെയ്യുന്നവർക്കും ഫൈനൽ ഇയർ പഠിക്കുന്ന കുട്ടികൾക്കും ഈ ക്ലാസ് യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്ക് സമയം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഓരോ ദിവസം ഈ പറയുന്ന പോലെ നമ്മുടെ ക്ലാസ്സസിൽ നിന്നും ഒരു നിശ്ചിത സമയം എടുത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്ലാസ് അവേഴ്സ് കണ്ട് തീർത്ത് ഫൗണ്ടേഷൻ ഇട്ട് ഇൻ്റർമീഡിയറ്റ് ലെവലിലേക്ക് കടന്ന് അഡ്വാൻസ് ലെവലിലേക്ക് കടന്ന് നിങ്ങളുടെ പ്രൊഫഷനെ സ്ട്രോങ് ആക്കി പഠിച്ചുകൊണ്ടോ ജോലി ചെയ്തുകൊണ്ടോ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈ പറയുന്ന എക്സാംസ് ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ആൻഡ് 2024 എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കും ഈ കോഴ്സ് യൂസ്ഫുൾ ആയിരിക്കും. ഇപ്പോൾ NTPC CBT 2-ന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ, ഗ്രൂപ്പ് ഡി എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള 400-ൽ പരം ക്ലാസ് അവേഴ്സും നിങ്ങൾ കോഴ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ നിങ്ങൾക്ക് അങ്ങ് തരികയാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ കോഴ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 500 ദിവസത്തെ വാലിഡിറ്റിയും നിങ്ങൾക്കുണ്ട്. ഇപ്പോൾ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് ഈ പ്രിപ്പറേഷനും അത് സഹായിക്കും. ഫ്യൂച്ചറിൽ 500 ദിവസത്തെ വാലിഡിറ്റി ഉള്ളതുകൊണ്ട് ഇനി വരാനിരിക്കുന്ന പരീക്ഷകൾക്കും എന്ത് ചെയ്യാം, ഈ കോഴ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ ഇതാണ് ഈ ലോങ് ടേം ബാച്ച് നമ്മൾ ലോഞ്ച് ചെയ്തതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കിയിട്ട് ഈ കോഴ്സിന് ജോയിൻ ചെയ്യുക. നമുക്ക് 2 ബാച്ചുകളാണുള്ളത്. ലോങ് ടേം NTPC ബാച്ചും ഉണ്ട്, ലോങ് ടേം ഗ്രൂപ്പ് ഡി ബാച്ചും ഉണ്ട്. ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ വീഡിയോയുടെ താഴെ നമ്മൾ ഗൂഗിൾ ഫോം കൊടുക്കുന്നുണ്ടായിരിക്കും. ഫോം ഫില്ല് ചെയ്യുക. ഈ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട മറ്റു ക്വറീസിന് ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഈ കാണുന്ന നമ്പറിൽ നമ്മൾ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മൾ ഈ പറഞ്ഞ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡൗട്ട്സ് എല്ലാം നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള എല്ലാ കുട്ടികളും എന്ത് ചെയ്യുക, നമ്മുടെ കോഴ്സിൽ പർച്ചേസ് ചെയ്യുക. നമുക്ക് ബാക്കി ക്ലാസ്സിൽ കാണാം.